കമ്പനീസ് ആക്ട് 2013 പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു ടേം ആണ് കീ മാനേജീരിയൽ പേഴ്സണൽ. കമ്പനിയുടെ ടോപ്പിലുള്ള ചില ആൾക്കാരെയാണ് KMP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ മാനേജർ ഓർ മാനേജിംഗ് ഡയറക്ടർ. ചില സിറ്റുവേഷനിൽ ഈ എല്ലാ പോസ്റ്റിലും ആൾക്കാരുണ്ടാവും, ചിലവിടെ ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് കമ്പനി സെക്രട്ടറി, മൂന്നാമതായിട്ട് ഹോൾ ടൈം ഡയറക്ടർ, നാലാമതായിട്ട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അഞ്ചാമതായിട്ട് an officer appointed as KMP by the board of directors. കമ്പനിയിൽ എംപ്ലോയി ആയിട്ടുള്ള ഒരാളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് KMP എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അവരും KMP യിൽ പെടും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തികൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ലിക്വിഡേഷൻ ആവാൻ പോവുകയാണെങ്കിൽ ആ ലിക്വിഡേഷൻ സമയത്ത് നമ്മൾ ലിക്വിഡേറ്ററെ ഒക്കെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരും കീ മാനേജീരിയൽ പേഴ്സണലിൽ പെടും. സെക്ഷൻ 251 പ്രകാരമാണ് KMP ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും ആൾക്കാരാണ് KMP യിൽ വരുന്നത്.